3,23,671 അക്ഷരങ്ങളാണ് ഖുർആനിൽ ആകെ ഉള്ളത്. 3,23,671 അക്ഷരം. ഒരാള് ഒരു പ്രാവശ്യം ഖത്ം തീർത്താല് അത്രയും അക്ഷരങ്ങൾ അയാൾ ഓതി തീർക്കുകയാണ്. ഒരക്ഷരത്തിന് 10 ഇരട്ടിയാണ് കൂലി. അപ്പൊ ഈ പറഞ്ഞതിന്റെ നേരെ 10 ഇരട്ടിയായിരിക്കും. 32,36,710 ആണ് ഒരു പ്രാവശ്യം ഖത്ം തീർത്തതിന്റെ കൂലി എത്രയാണ്? ഞാൻ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു യാസീൻ ഓതിയാൽ കഅന്നമാ ഖതമ 10 മർവാത്തിൻ, അവൻ 10 ഖതം തീർത്തതിന്റെ തുല്യമാണ്. ഒറ്റ യാസീൻ ഓതിയാൽ 10 ഖതം തീർത്തതിന്റെ തുല്യം. ഒരു ഖതം തീർത്താല് 32,36,710 ആണ് കൂലി. അപ്പൊ 10 ഖതം തീർത്തതിന്റെ കൂലി കൊണ്ട് ഒറ്റ യാസീൻ ഓതിയാല് 83 ആയത്തെ യാസീനുള്ളൂ. യാസീനെ കുറിച്ച് പറഞ്ഞു തരേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഈ യാസീന് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഓതുമ്പോ ഒരാൾ ഓതിയാലാണ് ഇപ്പൊ ഇത്രയും കൂലി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോ ഒരു 100 ആള് സദസ്സിലുണ്ടാവുമ്പോ എത്രയാണ് ആ മയ്യത്തിന്റെ പ്രതീക്ഷ? ഇത്രയും ആൾക്കാരുടെ യാസീന്റെ കൂലി കിട്ടാൻ വേണ്ടി മയ്യത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം മരണത്തോടുകൂടി പിന്നെ അയാൾക്ക് അമല് ചെയ്യാൻ കഴിയില്ലല്ലോ, ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കുന്നതല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ യാസീന്റെ കൂലി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഒരാൾക്ക് ഫോൺ വന്നത്. അങ്ങനെ ഫോൺ വന്ന് കുറെ സംസാരിച്ച് ആ ഫോണ് കട്ടാക്കി തിരിച്ചു വന്നപ്പോ ഇൻകാന്തില്ല സൈഹത്തം വാഹിദത്തൻ, അതിന്റെ ബാക്കി ഓതുക. അപ്പൊ യാസീന് ഭൗതിക വെച്ച് മുറിച്ചിട്ട് പിന്നെ അയാൾക്ക് എവിടുന്നാണോ തോന്നിയത് അവിടുന്ന് ബാക്കി ഓതുക. ആ യാസീൻ കൊണ്ട് മയ്യത്തിന് കൂലി കിട്ടൂല. യാസീന്റെ ഇടയിൽ കൂടെ വെള്ളം കൂട്ടി വിതരണം ചെയ്താല് കയ്യിൽ കിട്ടി എന്തായാലും പൊട്ടിച്ചു കുടിച്ചു. അത് ദാഹണ്ടെങ്കിലും കുടിക്കും, ഇല്ലെങ്കിലും കുടിക്കും. അപ്പൊ വെള്ളം കുടിക്കാൻ നിന്നാൽ അപ്പോഴും യാസീന് മുറിഞ്ഞു പോകും. അങ്ങനെ പല വിധത്തില് യാസീൻ തുടങ്ങിയാൽ തീരുന്നത് വരെ ഒരു കുട്ടി സംസാരിക്കാൻ പാടില്ല. വൈലേക്ക് തുർജാവൂൻ എത്താതെ ഒരു ഫോണും തരാൻ പാടില്ല. ഒരാളും സംസാരിക്കരുത്. എന്തിനാണ്? ഈ കോടിക്കണക്കിന് കൂലി മയ്യത്തിന്, നമ്മളെ മയ്യത്തിന് വേണ്ടിയല്ലേ ഒരുമിച്ച് കൂടിയത്. പിന്നെ അയാളെ വഞ്ചിക്കാൻ പാടുണ്ടോ? അയാൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മളെ യാസീൻ. എന്നിട്ട് അത് നമ്മൾ കഷ്ണം മുറിച്ചാൽ ഈ പറഞ്ഞ ഉദ്ദേശം നടക്കൂല. 10 ഖത്മിന്റെ കൂലി ഉണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദിത്തു അന്ന സൂറത്ത യാസീൻ ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, എല്ലാ സത്യവിശ്വാസിയും മനപ്പാഠമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. യാസീൻ സൂറത്ത് എല്ലാ സത്യവിശ്വാസികളും മനപ്പാഠമാക്കിയിരുന്നെങ്കിൽ. അതിനാണ് മദ്രസയിൽ 3-ാം ക്ലാസ്സിൽ യാസീൻ മനപ്പാടാക്കി കൊടുക്കുന്നത്. പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും യാസീൻ ഇപ്പൊ ഓർമ്മല്ല. ഒരാൾ ഉറക്കെ ഓതി കൊടുത്താലേ ഓതാൻ കിട്ടുള്ളൂ. മനപ്പാടമാക്കിയത് മറക്കാൻ പാടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഒരു നിലക്കും തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കുക. അല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആ മയ്യത്തിന് കൂലി കിട്ടുകയോ അല്ലെങ്കിൽ ഓതിയ നമുക്കും അതിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. യാസീൻ സൂറത്ത് നമ്മളെ ശപിച്ചു പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മഹല്ലത്തിൽ നിന്ന് 2 ആളുകൾ, ഇന്നലെ ഒരാൾ മരിച്ചു, ഇന്ന് മറവ് ചെയ്തു. പിന്നെ എല്ലാവർക്കും അറിയാം